വെൽക്കം ഓൾ. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ന്യൂ ഏജ് ട്രെൻഡ്സ് ആയ ബ്ലോക്ക് ചെയിൻ, ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസ്, NFT കുറിച്ചാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് ഇന്ന് ലോകത്തെ മാറ്റിമറിക്കുന്ന ഒരു ടെക്നോളജിയാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇനി ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞൊരു ടെക്നോളജിയെ ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു ജീവിതം നമുക്കില്ല. നമ്മുടെ എല്ലാ മേഖലയിലും, ബാങ്കിങ് മേഖല, ഫിനാൻസ് മേഖല, റീറ്റെയിൽ ചെയിന്, ഹെൽത്ത് കെയർ, ഇൻഷുറൻസ്, എല്ലാ മേഖലയിലും, ഗവേണൻസിലടക്കം ബ്ലോക്ക് ചെയിൻ ഇനി നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകും. ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്നത് ഒരു നൂതനമായ ഒരു ടെക്നോളജിയാണ്. ഇപ്പോൾ നമ്മൾ ഉള്ള ഒരു വെബ് 2.0 എന്നൊരു ടെക്നോളജിയെ ഫുള്ളായി മാറ്റിമറിക്കുന്ന ഒരു ടെക്നോളജിയാണ് വെബ് 3.0 ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയും കൊണ്ട് വരുന്നത്. നമ്മൾ വളരെ ഹൈലി സെക്യൂർഡ്, ഇന്ന് നമ്മൾ പല മേഖലയിലും ഇൻസെക്യൂരിറ്റി, പല പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നു. ഇതിനെ എല്ലാം ഒരു സൊല്യൂഷനാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. 100% സെക്യൂർഡ് ആയിട്ട്, വളരെ ഈസി ആയിട്ട്, നമ്മൾ ഈ ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ ഇത് വളരെ ഹൈ എൻഡ് ടെക്നോളജിയാണ്, ഇത് നമ്മൾ ഒരു സാധാരണക്കാരനല്ല എന്നുള്ളൊരു ചിന്തയുണ്ട്. പക്ഷേ ഇത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്നത് ഹൈലി സെക്യൂർഡും ഹൈലി റിലയബിളും വളരെ യൂസർ ഫ്രണ്ട്ലി ആയ ഒരു ടെക്നോളജിയാണ്. കാരണം ഇത് വളരെ സിസ്റ്റമൈസ്ഡ് ആയ ഒരു ടെക്നോളജിയാണ്. ഇതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, പണ്ട് നമ്മളൊരു വീട്ടിൽ ഒരു 5 പേര് താമസിക്കും. അതിൽ ഒരാൾ വിചാരിച്ചാൽ ഈ 5 പേരുടെയും ചെലവുകളും കാര്യങ്ങളും അങ്ങേര് മാത്രം വിചാരിച്ചാൽ അങ്ങേരെ കൊണ്ട് പാസ് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ അതിൽ ആ ഒരാളുടെ ഒരു കൺട്രോളിലാണ് ഈ ബാക്കി ഉള്ള എക്സ്പെൻസും കാര്യങ്ങളും എല്ലാം. അതിൽ അയാൾക്ക് മാൽ പ്രാക്ടീസ് ചെയ്യാം, അയാൾക്ക് അനധികൃതമായ കണക്കുകൾ എഴുതി ചേർക്കാം. പക്ഷെ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് ഈ 5 പേര്, ഒരു വീട്ടിൽ താമസിക്കുന്ന ഈ 5 പേര് ഒന്നിച്ച് അവർ ഒരേ ഒരു ഡിസിഷൻ എടുത്ത് ആ ഡിസിഷനെ പാസ്സാക്കുമ്പോഴാണ് അവർ ഒന്നിച്ചൊരു 500 രൂപയുടെ ചെലവ് ചെയ്യണമെന്ന് ഈ 5 പേരും അത് റിലയബിളാണ്, അത് വേണ്ടതാണ് എന്ന് തീരുമാനമെടുത്ത് ആ എക്സ്പെൻസിലേക്ക് പാസ്സാക്കുമ്പോൾ മാത്രമാണ് ബ്ലോക്ക് ചെയിനിൽ ഒരു ട്രാൻസാക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു ട്രാൻസാക്ഷൻ ക്രിയേറ്റ് ചെയ്താൽ അതൊരു ബ്ലോക്കായി ക്രിയേറ്റ് ചെയ്യും. അത് വൺസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് ടാമ്പർ ചെയ്യുകയോ അതിനെ നമുക്ക് ഇറേസ് ചെയ്യുകയോ പറ്റില്ല. അത് വൺസ് ക്രിയേറ്റഡ് ബ്ലോക്ക്, അതൊരു ബ്ലോക്കായിട്ട് തന്നെ ഇരിക്കും. അങ്ങനെ റെഗുലറായിട്ട് ഈ 5 പേര് നടത്തുന്ന ട്രാൻസാക്ഷൻ പല ബ്ലോക്കുകളായിട്ട് അത് ലിങ്ക്ഡ് ബൈ ഒരു ചെയിൻ, അതാണ് നമ്മളൊരു ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഓരോ ബ്ലോക്ക് ടൈമുകൾ ഉണ്ടാവും. അതിനനുസരിച്ചിട്ടാണ് ഈ ബ്ലോക്കുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഈ 5 പേര് ഒന്നിച്ചൊരു തീരുമാനം എടുത്താലേ അത് ആ ഒരു ബ്ലോക്ക്, ഒരു ട്രാൻസാക്ഷൻ പാസ്സാവുള്ളൂ. അപ്പോൾ അതിലൊരു മാൽ പ്രാക്ടീസസോ നമുക്ക് അതിലൊരു ഇറഗുലാരിറ്റിയോ ഉണ്ടാവില്ല. ഇങ്ങനെ തന്നെയാണ് ബ്ലോക്ക് ചെയിൻ നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും വരാൻ പോകുന്നത്. നമുക്ക് നോർമലി 4 ടൈപ്പ് ഓഫ് ബ്ലോക്ക് ചെയിനാണ്: പബ്ലിക് ബ്ലോക്ക് ചെയിൻ, പ്രൈവറ്റ് ബ്ലോക്ക് ചെയിൻ, ഹൈബ്രിഡ് ബ്ലോക്ക് ചെയിൻ, കൺസോർഷ്യം ബ്ലോക്ക് ചെയിൻ. പബ്ലിക് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് പബ്ലിക്കായിട്ട്, അതൊരു ഓപ്പൺ, ഇപ്പോൾ നമ്മളൊരു ഗവൺമെൻറ്റിൻ്റെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ്, മരണ സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം നമുക്ക് ഇന്ന് ഒരു സിസ്റ്റമൈസ്ഡ് ഒരു പ്രൊജക്റ്റിലൂടെ കിട്ടും. ഇത് ബ്ലോക്ക് ചെയിനിലാക്കുമ്പോൾ നമുക്ക് ഏതൊരാൾ എപ്പോൾ വേണമെങ്കിലും ഇത് അപ്ലൈ ചെയ്യാം. കറക്റ്റായിട്ട് ആൾ എപ്പോൾ അപ്ലൈ ചെയ്തു, ഒരു കുട്ടി ജനിച്ചാൽ ഏത് ഹോസ്പിറ്റൽ, എപ്പോൾ ജനിച്ചു, ഇതെല്ലാം കറക്റ്റ് ബ്ലോക്ക് ചെയിൻ വഴി വരും. നമുക്ക് ബ്ലോക്ക് ചെയിൻ വഴി സർട്ടിഫൈഡ്. അതപ്പോൾ ഏതൊരു പബ്ലിക്കിനും ആ ഒരു പബ്ലിക് ഇതിൽ കയറി പബ്ലിക് ഡൊമൈൻ ബ്ലോക്ക് ചെയിനിൽ കയറി ഇത് അപ്ലൈ ചെയ്യാം. പല ഗവൺമെൻറ്റുകളും അപ്പോൾ ഇന്ത്യയിലേക്ക് സ്വന്തമായിട്ട് ഒരു നാഷണൽ ബ്ലോക്ക് ചെയിൻ പോളിസി തന്നെയുണ്ട്. ഗവൺമെൻറ്റിൻ്റെ പല പ്രോസസ്സ് ഈ ഒരു ബ്ലോക്ക് ചെയിൻ വഴി വരാൻ പോകണം. ഇത് എല്ലാവർക്കും അതിൽ കയറി ഒരു പബ്ലിക്കായിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പബ്ലിക് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. പ്രൈവറ്റ് ബ്ലോക്ക് ചെയിൻ എന്ന അടുത്തതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ചില മേഖലയിലുള്ള ആൾക്കാർക്ക്, ഇപ്പോൾ ഗവൺമെൻറ് തന്നെ ഇപ്പോൾ നാളെ ഒരു പ്രൊജക്റ്റുകൾ, റോഡിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ആവട്ടെ, പല ബ്രിഡ്ജസിൻ്റെ കൺസ്ട്രക്ഷൻ ആവട്ടെ, ആ കൺസ്ട്രക്ഷൻ അവരിൽ ഒരു ലീസിങ് ഒരു പ്രൊജക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്തു, ആ ലീസിങ് ഇത് ബ്ലോക്ക് ചെയിനിൽ ത്രൂ, ഇപ്പോൾ നമ്മൾ നോർമലി ഒരു കൊട്ടേഷൻ, ഒരു കാര്യങ്ങളെല്ലാം സിസ്റ്റം ചെയ്യാണ് ചെയ്യുന്നത് ഒരു ഗവൺമെൻറ്റൽ പ്രൊസീജിയറോടെ. അപ്പോൾ അതിൽ പല മാൽ പ്രാക്ടീസസിനും പല കാര്യങ്ങൾ, ഫണ്ട് അലോക്കേഷനും
ഈ ഫണ്ട് അവർക്ക് കറക്റ്റായിട്ട് അവർക്ക് ഫണ്ട് കൊടുക്കുന്നതിനും എല്ലാം ഇപ്പോൾ പല മാൽ പ്രാക്ടീസസും കാര്യങ്ങളും വരാൻ സാധ്യതയുണ്ട്. ഇതൊരു പ്രൈവറ്റായിട്ട് നമ്മളൊരു ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രൊജക്റ്റിൽ ഇവരൊരു കൊട്ടേഷൻ അല്ല ഒരു ബ്ലോക്ക് ചെയിൻ ത്രൂ ആവുന്നു. അപ്പോൾ കറക്റ്റായിട്ട് എന്താണ് ആ പ്രൊജക്റ്റിന് എത്ര ഫണ്ട് വേണം, ഈ കൊട്ടേഷൻ എടുക്കുന്ന ബിൽഡേഴ്സ് കറക്റ്റായിട്ട് ഏതൊക്കെ ടൈമിൽ എന്തൊക്കെ ജോലികൾ തീർത്താലാണ് ഇത് കറക്റ്റായിട്ട് ആ ഫണ്ട് പോകുന്നു, ഇത് കറക്റ്റായിട്ട് തീർക്കുന്നുണ്ടോ, ഇത് എല്ലാ മേഖലയിലും ഗവൺമെൻറ് മേഖലയിലുള്ളത്, ഈ നമ്മുടെ നാഷണൽ അക്കൗണ്ട്സ് മേഖലയിലുള്ള ഇവരെല്ലാവരും ചേർന്ന് ഒരു ബ്ലോക്ക് ചെയിനിൽ കൂടി വന്ന് കറക്റ്റായിട്ട് ഇത് മോണിറ്റർ ചെയ്തിട്ടാണ് ഈ ഫണ്ട് പോകുക. ഇത് ആ കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ളവരും ഗവൺമെൻറ്റിൻ്റെ ഒരു മേഖലയും ചേർന്നാണ് അതാണ് പ്രൈവറ്റ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. ഇനി കൺസോർഷ്യം ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടിയുള്ള പബ്ലിക്കും പ്രൈവറ്റും ഈ രണ്ട് ഫീച്ചേഴ്സുമുള്ള ഒരു ബ്ലോക്ക് ചെയിനെയാണ് കൺസോർഷ്യം ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. അതിൽ പബ്ലിക് ഉള്ള ആൾക്കാർക്ക് പബ്ലിക്കായിട്ടുള്ളവർക്ക് പബ്ലിക് ആക്സസ് ഉണ്ടാവും, പ്രൈവറ്റ് ആയിട്ടുള്ളവർക്ക് ആ മേഖലയിലുള്ളവർക്ക് മാത്രമാണ് ആക്സസ് ഉണ്ടാവുക. അതേമാതിരി ഹൈബ്രിഡ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഒരു പോയിന്റിന് വേണ്ടി ഒരു കമ്പനി ഇപ്പോൾ നമ്മളൊരു വലിയ MNCs കമ്പനി അവരുടെ ഒരു പ്രൊജക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ആ പ്രൊജക്റ്റ് ലൈനിലുള്ള ആൾക്കാരെ എല്ലാവരും കൂടി ഒരു ബ്ലോക്ക് ചെയിൻ കൊടുത്തിട്ട് അവർക്കൊരു ഗവേണൻസ് ടോക്കൺ എന്ന് പറയും. അപ്പോൾ അവർ ഒരു വോട്ടിട്ട് പല പ്രൊജക്റ്റുകളിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെ അവർക്ക് മൂവ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു പർട്ടിക്കുലർ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ക്രിയേറ്റ് ചെയ്യുന്ന ബ്ലോക്ക് ചെയിന് ഹൈബ്രിഡ് ബ്ലോക്ക് ചെയിൻ. ഇങ്ങനെ ഈ 4 ബ്ലോക്ക് ചെയിനും നമ്മുടെ ജീവിതത്തിൽ ഇനി പല മാറ്റങ്ങളും പല വിജയങ്ങളും നമുക്ക് കൊണ്ടുവരും. അപ്പോൾ ഈ ഒരു മേഖലയെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കുക, അതിനെക്കുറിച്ച് പഠിക്കുക, അറിവ് നേടുക. കൂടുതൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണാൻ വേണ്ടി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ റെഗുലറായിട്ട് വാച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.